കരുവന്നൂർ സഹകരണ ബാങ്ക് ഹെഡ് ഓഫീസിൽ വയോധിക കഴിഞ്ഞ ദിവസം കുത്തിയിരിപ്പ് സമരം നടത്തി. പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം സ്വദേശി ആനിയമ്മയാണ് നിക്ഷേപ തുക തിരിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് സമരം നടത്തിയത്. കരുവന്നൂർ വടക്കേത്തല വീട്ടിൽ ജോഷിയുടെ ഭാര്യ മാതാവ് ആനിയമ്മ 15 വർഷം മുൻപ് ജോഷിയുടെ വീട്ടിൽ താമസിക്കുന്ന സമയത്താണ് കരുവന്നൂർ ബാങ്ക് അധികൃതർ പറഞ്ഞതനുസരിച്ച് അങ്ങാടിപ്പുറം ഫെഡറൽ ബാങ്ക് ശാഖയിൽ നിന്നും 10,83,000 രൂപ കരുവന്നൂർ ബാങ്കിലേക്ക് മാറ്റിയത്. ഇപ്പോൾ പലിശയടക്കം 13,65,250 രൂപ കിട്ടാനുണ്ട്. വെള്ളിയാഴ്ച രാവിലെ ബാങ്കിലെത്തിയ ആനിയമ്മയോട് ഒരുമിച്ച് പണം നൽകാനാകില്ലെന്നും 2 ലക്ഷം നൽകാമെന്നും ബാങ്ക് അധികൃതർ അറിയിച്ചു. എന്നാൽ രേഖാമൂലം വേണമെന്നായിരുന്നു അവരുടെ ആവശ്യം. വൈകിട്ട് ബാങ്ക് ജീവനക്കാർ ജോലി കഴിഞ്ഞു പോയിട്ടും ആനിയമ്മ പോകാൻ തയ്യാറാകാതെ സമരം തുടരുകയായിരുന്നു. ബാങ്കിലെ ഓഫീസ് സമയം കഴിഞ്ഞപ്പോൾ വൃദ്ധയായ ആനിയമ്മയെ തനിച്ചാക്കി ജീവനക്കാർ ഓഫീസ് വിടുകയായിരുന്നു. ഏറെ നേരം കഴിഞ്ഞപ്പോൾ മരുമകൻ ജോഷി ബാങ്കിലെത്തി. എന്നാൽ 7:30യോടെ മരുമകനായ ജോഷി അമ്മയ്ക്ക് ചായ വാങ്ങാനായി പുറത്തേക്ക് പോയ സമയം പോലീസ് സ്ഥലത്തെത്തി അമ്മയെ ബാങ്കിൽ നിന്നും പുറത്തിറക്കി ഷട്ടർ ഇടുകയായിരുന്നു. നിക്ഷേപ പണം തിരികെ ലഭിക്കും വരെ പ്രതിഷേധം തുടരുമെന്ന് ആനിയമ്മയും മരുമകൻ ജോഷിയും അറിയിച്ചു. ബാങ്കിൽ നിന്നും സാധ്യമായതെല്ലാം ചെയ്യുമെന്നും ഇപ്പോൾ 2 ലക്ഷം രൂപ നൽകുമെന്നും ബാക്കി തുക ഒന്നിടവിട്ട മാസങ്ങളിൽ ഗഡുക്കളായി ആനിയമ്മയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമെന്നും ബാങ്ക് അധികൃതർ അറിയിച്ചു. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട.